നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത് നോബൽ സമ്മാനം 2022 ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ കോഡുകൾ ഉപയോഗിച്ച് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാമെന്നാണ്. അപ്പൊ എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ നോബൽ സമ്മാനത്തിൽ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മെഡിസിന് നോബൽ സമ്മാനം 2022 ലഭിച്ചത് സ്വാൻഡെ പേബു എന്ന് പറയുന്ന ഇദ്ദേഹത്തിനാണ് ലഭിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരൊന്ന് ശ്രദ്ധിക്കുക. വൈദ്യശാസ്ത്രത്തിന് 2022 നോബൽ സമ്മാനം ലഭിക്കുന്നത് സ്വാൻഡെ പേബു. അപ്പോ ഈ സ്വാൻഡെ പേബുവിന് ഇദ്ദേഹം സ്വീഡിഷുകാരനാണ് കേട്ടോ. അപ്പൊ ഈ സ്വാൻഡെ പേബു നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? വൈദ്യശാസ്ത്രം അല്ലേ. അപ്പൊ നമുക്കറിയാം നാട്ടില് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പേവിഷബാധയാണ് അല്ലെ. അപ്പൊ നമ്മുടെ സ്വാൻഡെ പേബു അല്ലെ. അപ്പൊ പേവിഷബാധ ചുമ്മാ പഠിച്ചു വെക്കുക, പേവിഷമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാലും വൈദ്യശാസ്ത്രം മെഡിസിൻ. അപ്പൊ നമുക്കിപ്പോ ഹോസ്പിറ്റൽ മെഡിസിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പോ ഓർമ്മ വരുന്ന എന്താണ്? ഇപ്പോഴത്തെ നാട്ടിലെ നമ്മുടെ പട്ടികടിയാണ് അല്ലെ. അപ്പൊ പട്ടികടിയും പേവിഷബാധയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മെഡിസിനൽ ഫീൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അല്ലെ. അപ്പൊ സ്വാൻഡെ പേബു ആണ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതെന്ന് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ തന്നെ സ്വാൻഡെ ഇദ്ദേഹം സ്വീഡിഷുകാരനാണെന്ന് ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. സ്വാൻഡെ പേബു ഏത് രാജ്യക്കാരനാണ്? സ്വീഡിഷുകാരനാണ് അല്ലെ. അപ്പോൾ സ്വീഡിഷ് ജനിതക ശാസ്ത്രജ്ഞനാണ് ആര്? സ്വാൻഡെ പേബു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാൻ വേണ്ടിയാണ് പേബു അല്ലെങ്കിൽ പേവിഷം എന്ന് പറയുന്ന ആ ഒരു കാര്യവും അദ്ദേഹത്തിന്റെ പേരുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹത്തിന് എന്തിനാണ് യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചാല് നമ്മുടെ ഹോമിനിൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ ഈ ഹോമിനിൻസിൽ നിന്ന് ഇപ്പോഴത്തെ മനുഷ്യ വിഭാഗമായിട്ടുള്ള ഹോമോസാപ്പിയൻസ് എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത് എന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വാൻഡെ പേബു കണ്ടെത്തുന്നു. എന്താണ്? ഹോമിനിൻസിൽ നിന്ന് ഹോമോസാപ്പിയൻസിന്റെ വ്യത്യാസം. ഹോമിനിൻസും ഹോമോസാപ്പിയൻസും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഹോമിനിൻസിൽ നിന്ന് ഇപ്പോഴത്തെ മനുഷ്യ വിഭാഗമായിട്ടുള്ള നമ്മളൊക്കെ ഹോമോസാപ്പിയൻസ് ആണ്. അപ്പൊ ഹോമോസാപ്പിയൻസ് എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നതെന്ന് കണ്ടുപിടിച്ചതിനാണ് നമ്മുടെ സ്വാൻഡെ പേബുവിന് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണടച്ച് പറയാൻ കഴിയും ആർക്കാണ് നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്? വൈദ്യശാസ്ത്രം മെഡിസിൻ. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ത്? നമ്മുടെ പേവിഷബാധ അല്ലെ. അപ്പൊ സ്വാൻഡെ പേബു സ്വാൻഡെ. അപ്പൊ സ്വാൻഡെ എന്ന് പറയുന്ന പേര് തന്നെ അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് കൊടുത്തിട്ടുണ്ട്? അദ്ദേഹം സ്വീഡിഷ് ജനിതക ശാസ്ത്രജ്ഞനാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ വൈദ്യശാസ്ത്രം സ്വാൻഡെ പേബു സെറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആളാരാണെന്ന് നോക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിനാണ് കേട്ടോ. അപ്പൊ ഫിസിക്സിന് 3 പേർക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ രാജ്യങ്ങളൊന്നും ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് അലൈൻ ആസ്പെക്ട് ആണ്. ഒന്നാമത്തെ ആളാരാണ്? അലൈൻ ആസ്പെക്ട് ആണ്. രണ്ടാമത്തെ ആള് ജോൺ ഓഫ് ക്ലൗസർ ആണ്. മൂന്നാമത്തെ ആള് ആൻഡൺ സെയിലിംഗർ ആണ്. എന്താണ്? അലൈൻ ആസ്പെക്ട്, ജോൺ ഓഫ് ക്ലൗസർ, അതുപോലെ തന്നെ ആൻഡൺ സെയിലിംഗർ. അപ്പൊ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവർക്ക് ക്വാണ്ടം മെക്കാനിക്സിനാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന് കൊടുക്കുന്ന നിർണായക പങ്കിനാണ് ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇത് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാനുള്ള ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ചെയ്യുന്ന ഒരു മെക്കാനിക് ഷോപ്പുണ്ട്. ക്വാണ്ടം മെക്കാനിക് ഒക്കെ ചെയ്യുന്ന ഒരു മെക്കാനിക് ഷോപ്പുണ്ട്. ഈ മെക്കാനിക് ഷോപ്പ് ഒരു പഴയ മെക്കാനിക് ഷോപ്പാണ്. അപ്പോൾ ഈ മെക്കാനിക് ഷോപ്പിന്റെ മേൽക്കൂര എന്ന് പറയുന്നത് ആസ്ബറ്റോസ് ഷീറ്റ് ആണ്. എന്താണ്? ആസ്ബറ്റോസ് ഷീറ്റ് ആണ്. അപ്പൊ ഈ ആസ്ബറ്റോസ് ഷീറ്റിന്റെ ആസ്പെക്റ്റുകൾ, അല്ലെങ്കിൽ നമുക്കറിയാം ആസ്ബറ്റോസ് ഷീറ്റ് ഒക്കെ കറക്റ്റ് ആസ്പെക്റ്റിൽ വെച്ചാലേ വെള്ളം നനയാതിരിക്കത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴേക്കും മഴവെള്ളം നനയത്തില്ലേ? ക്വാണ്ടം മെക്കാനിക് ഈ ഒരു മെക്കാനിക് ഷോപ്പിനകത്ത് വെള്ളം കയറത്തില്ലേ? അപ്പോൾ ഈ ഒരു ആസ്ബറ്റോസ് ഷീറ്റിന്റെ അലൈൻമെന്റ് ഒക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? തെറ്റിയിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു സെയിൽസ്മാൻ വന്നിട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടല്ലേ നമുക്ക് ഈ ഒരു ആസ്പെക്ടോസ് ഷീറ്റിൽ പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈ കീറി പോകത്തില്ലേ. അപ്പോൾ ഒരു സെയിൽസ്മാൻ വന്നിട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ആസ്ബറ്റോസ് ഷീറ്റിന്റെ അലൈൻമെന്റ് ഒക്കെ ശരിയാക്കുന്നു. ഇത് എന്തിന്റെയാണ്? ഒരു ക്വാണ്ടം മെക്കാനിക് ഷോപ്പിന്റെ ആസ്ബറ്റോസ് ഒക്കെയാണ് ശരിയാക്കുന്നത്. അപ്പൊ ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോ ഭൗതിക ശാസ്ത്രത്തിന് ആർക്കൊക്കെ ലഭിച്ചു എന്ന് ചോദിച്ചാല് ക്വാണ്ടം മെക്കാനിക്സിനാണ് ലഭിക്കുന്നത്. ആർക്കൊക്കെ ലഭിക്കുന്നു? നമ്മൾ പറഞ്ഞു ഒരു സെയിൽസ്മാൻ വരുന്നു. അപ്പൊ ആരാണത്? ആൻഡൺ സെയിലിംഗർ. അപ്പൊ ഈ സെയിലിംഗറിനെ നമ്മൾ എന്തായിട്ട് മാറ്റി? സെയിൽസ്മാൻ ആയിട്ട് മാറ്റി. അപ്പൊ അദ്ദേഹം സെയിൽസ്മാൻ വന്നിട്ട് കയ്യിൽ ഒരു ഗ്ലൗസ് ഇടുന്നു. അപ്പൊ ഗ്ലൗസിനെ നമ്മൾ എന്താക്കി മാറ്റി? ക്ലൗസർ. ജോൺ എഫ് ക്ലൗസർ. സെയിൽസ്മാൻ സെയിലിംഗർ ആണ്.
അടുത്ത ജോൺ എഫ് ക്ലൗസർ കയ്യിൽ ഗ്ലൗസ് ഇടുന്നു. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ആസ്ബറ്റോസ് ഷീറ്റിന്റെ അലൈൻമെന്റ് മാറ്റിയിടുന്നു അല്ലെ. അപ്പോൾ നമ്മൾ ആസ്പെക്ട് എന്ന് പറയുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, അലൈൻ ആസ്പെക്ട്, ഈ ആസ്പെക്റ്റിനെയാണ് നമ്മൾ ആസ്ബറ്റോസ് എന്നാക്കിയത്. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അലൈൻമെന്റ് ശരിയാക്കുന്നു അല്ലെ. അപ്പോ അലൈൻ ആസ്പെക്ട് അല്ലെ, അലൈൻ ആസ്പെക്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് പറഞ്ഞത്? അപ്പോ ക്വാണ്ടം മെക്കാനിക് ഷോപ്പ് ഉണ്ട്, ക്വാണ്ടം മെക്കാനിക് ഷോപ്പിന്റെ മേൽക്കൂരയൊക്കെ നശിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഒരു സെയിൽസ്മാൻ വരുന്നു, അദ്ദേഹമാണ് ആന്റൺ സെയിലിംഗർ. ഈ സെയിൽസ്മാൻ വന്നിട്ട് കയ്യിലൊരു ഗ്ലൗസ് ഇടുന്നു, ജോൺ ഓഫ് ക്ലൗസർ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ മെക്കാനിക് ഷോപ്പിന്റെ മുകൾ ഭാഗത്തെ ആസ്ബറ്റോസിന്റെ അലൈൻമെന്റ് ഒക്കെ ശരിയാക്കുന്നു. അലൈൻ ആസ്പെക്ട്, അലൈൻ ആസ്പെക്ട്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇതിലെ ആന്റൺ സെയിലിംഗർ ഓസ്ട്രിയക്കാരനാണ്. അതുപോലെ തന്നെ ക്ലൗസർ, ജോൺ ഓഫ് ക്ലൗസർ എന്ന് പറയുന്നത് അമേരിക്കക്കാരനാണ്. അലൈൻ ആസ്പെക്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഫ്രാൻസുകാരനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 3 ആൾക്കാര് എന്തിനാണ് ലഭിച്ചത്, ഏതൊക്കെ രാജ്യമാണ്, ഇത്രയും കാര്യങ്ങളിൽ ഒരു സംശയമില്ല, വളരെയധികം ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഓരോ പൊട്ട കോഡൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വൈദ്യശാസ്ത്രം പഠിച്ചു, സ്വാൻഡേ പേബു. ഫിസിക്സ് പഠിച്ചു, ആരൊക്കെയാണ്? നമ്മുടെ ആന്റൺ സെയിലിംഗർ, കയ്യിൽ ഗ്ലൗസ് ഇടുന്നു, ക്ലൗസർ. പിന്നെ ആസ്പെക്ട് അല്ലെ, അലൈൻ ആസ്പെക്ട്. ഓക്കെ അല്ലേ? അടുത്ത മൂന്നാമത്തെ മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രി ആണ്, രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിക്കാണ്. കെമിസ്ട്രിക്ക് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്ലിക്ക് കെമിസ്ട്രിയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയും തമ്മിലുള്ള, അല്ലെങ്കിൽ അവർക്ക് ഈ ക്ലിക്ക് കെമിസ്ട്രിക്കും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിക്കും കൊടുത്തിട്ടുള്ള സംഭാവനയ്ക്കാണ് നമ്മുടെ കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ക്ലിക്ക് കെമിസ്ട്രിയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയും, 2 കെമിസ്ട്രിയുടെ വിഭാഗങ്ങളാണ് ഈ ക്ലിക്ക് കെമിസ്ട്രിയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയും. അപ്പോൾ ഈ ഒരു 2 കെമിസ്ട്രിക്കും കൊടുത്തിട്ടുള്ള സംഭാവനകളുടെ പേരിലാണ് 3 പേർക്ക് എന്ത് ചെയ്യുന്നത്? നോബൽ സമ്മാനം ലഭിക്കുന്നത്. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ആള് കരോളിൻ ആർ ബെർട്ടോസി. ആരാണ്? കരോളിൻ ആർ ബെർട്ടോസി. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മോർട്ടൻ മെൽഡൽ. എന്താണ്? മോർട്ടൻ മെൽഡൽ, മോർട്ടൻ മെൽഡൽ. മൂന്നാമത്തെ ആള് ബാരി ഷാർപ്പ്ലെഡ്, ബാരി ഷാർപ്പ്ലെഡ്. ഓക്കെ, ഷാർപ്പ്ലെസ് എന്നാണ്, ഷാർപ്പ്ലെസ് എന്നാണ് കേട്ടോ. അപ്പൊ ബാരി ഷാർപ്പ്ലെസ്. ഓക്കെ, അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമുക്ക് ഈ പേരുകളെ എങ്ങനെ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് കരോളിൻ ആർ ബെർട്ടോസി, ഈ ബെർട്ടോസി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചുമ്മാ ഒരു ആസിഡ് നമുക്ക് തന്നെ ഉണ്ടാക്കാം, ബെർട്ടോസി ആസിഡ്. എന്താണ്? ബെർട്ടോസി ആസിഡ്, ബെർട്ടോസി ആസിഡ്. അപ്പോൾ ഓപ്ഷനിൽ ചോദിക്കുകയാണ് കരള്, ബെർട്ടോസി ആസിഡ്. നമ്മൾ കരോളിന് കരളെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കരളെന്നാണെങ്കിൽ അത് ബയോളജിയൊക്കെ ആയി പോകും. അതുകൊണ്ട് നമുക്ക് അതങ്ങ് വിടാം. ഈ ബെർട്ടോസി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബെർട്ടോസി ആസിഡ് എന്ന് പറയുന്ന ഒരു പുതിയ ആസിഡ്, ഞാൻ കണ്ടുപിടിച്ച ആസിഡ് ആണെന്ന് വെച്ചോ, ഇരിക്കട്ടെ. അപ്പൊ ബെർട്ടോസി എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്, ബെർട്ടോസി ആസിഡ്. ഓക്കെ, രണ്ടാമത്തെ വ്യക്തി നമുക്ക് മെൽഡൽ ആണല്ലേ, മെൽഡൽ. അപ്പൊ നമുക്ക് ആരെ പറയാം? മെന്റലീഫിനെ പറഞ്ഞൂടെ? പറയാലോ. നമുക്കറിയാം നമ്മുടെ എന്താണ്, നമ്മുടെ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിന്റെ ആദ്യ രൂപമൊക്കെ കണ്ടുപിടിച്ച ആരാണ്? മെന്റലീഫ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മോർട്ടൻ മെൽഡലിനെ മെന്റലീഫ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാണ് വേണ്ടത്? നമുക്ക് കണക്ഷൻസ് ആണ് വേണ്ടത്. 4 ഓപ്ഷൻസിനകത്ത് നിന്ന് ഏതാണ് ഉത്തരം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്കൊരു കണക്ഷൻ മാത്രമാണ് വേണ്ടത്. ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ബെർട്ടോസി ആസിഡ്. രണ്ടാമത്തെ ആൾ ആരാണ്? നമ്മുടെ മോർട്ടൻ മെൽഡൽ, മോർട്ടൻ മെൽഡൽ. ഓക്കെ, മൂന്നാമത്തെ ആൾ ആരാണ്? ഷാർപ്പ്ലെസ്. ഓക്കെ, അപ്പൊ ഷാർപ്പ്ലെസ് എന്ന് പറയുന്നത് നമുക്ക് ഷാർപ്പ് ലെഡ് എന്നൊക്കെ പഠിച്ചു വെക്കാം, ഷാർപ്പ് ലെഡ്. അപ്പൊ ലെഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ലെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്, നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്തുള്ള ഒരു കെമിക്കലാണ് എന്ത്? ലെഡ് എന്ന് പറയുന്നത് അല്ലെ. ലെഡ് എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പേർക്കുമാണ് നമ്മുടെ കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്, നമ്മുടെ രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ ആർക്കൊക്കെയാണ്? നമ്മുടെ ബെർട്ടോസി ആസിഡ്, അതുപോലെ തന്നെ മെൽഡൽ, മെന്റലീഫ് എന്നോ മെന്റൽ എന്നോ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കാം, മെന്റലീഫ് എന്നൊക്കെ പഠിച്ചു വെക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പൊ മെന്റലീഫ്. മൂന്നാമത്തെ ആൾ ആരാണ്? ബാരി ഷാർപ്പ്ലെഡ്. ഷാർപ്പ്ലെഡ് എന്ന് പറയുന്ന ആരാണ്? ലെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കെമിസ്ട്രിക്കകത്തുള്ളതാണ്, ഷാർപ്പായിട്ടുള്ള ഒരു ലെഡ് ആണ് അല്ലെ, ഷാർപ്പായിട്ടുള്ള ഒരു ലെഡ്. അപ്പൊ ഇതൊക്കെ കെമിസ്ട്രി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പേരുകൾ തന്നെയാണ്. ഇതിലെ ബെർട്ടോസി എന്ന് പറയുന്നത് അമേരിക്കക്കാരനാണ്, മെൽഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഡെൻമാർക്കുകാരനാണ്, മോർട്ടൻ മെൽഡൽ ഡെൻമാർക്കുകാരനാണ്, ബാരി ഷാർപ്പ്ലെസ് എന്ന് പറയുന്നത് അമേരിക്കക്കാരനാണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്തിനാണ് ലഭിക്കുന്നത്? ക്ലിക്ക് കെമിസ്ട്രിയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയും തമ്മിൽ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു 2 കെമിസ്ട്രി വിഭാഗത്തിനും കൊടുത്ത സംഭാവനയ്ക്കാണ് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന 3 പേർക്കും കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്. വളരെയധികം ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കുകയാണ്, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം.
അപ്പോൾ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു ആനിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ആനി എന്ന് പറയുന്ന പേര് ഒരു മലയാളി പേരല്ലേ, ആനി. പക്ഷെ പുള്ളിക്കാരി ഫ്രാൻസുകാരിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് ആനി അർണോസ് എന്നാണ് കേട്ടോ. ആനി അർണോക്സ് എന്നാണ്. നമ്മുടെ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയുടെ പേര് ആനി അർണോക്സ് എന്നാണ്. അപ്പൊ ആനി എന്ന് പറയുന്ന ഒരു മലയാളി എഴുത്തുകാരിയാണെന്ന് ചുമ്മാ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആരാണ്? നമ്മുടെ ആനി ചേച്ചിക്ക്. ഓക്കെ, സാഹിത്യത്തിന് നോബൽ സമ്മാനം ആർക്ക് ലഭിച്ചു? നമ്മുടെ സ്വന്തം ആനി ചേച്ചിക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ആനി അർണോക്സ് ഫ്രാൻസുകാരിയാണ്, ആനി അർണോക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കാം, അതിൽ വേറെ ബുദ്ധിമുട്ടും വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ആനി അർണോക്സ് നമ്മുടെ ആനി ചേച്ചിക്കാണ് എന്ത് ലഭിക്കുന്നത്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. അടുത്ത ആർക്കാണ് ലഭിക്കുന്നത്? അടുത്ത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. അപ്പൊ നമ്മൾ പഠിച്ചു സാഹിത്യത്തിന് ആനി ചേച്ചിക്ക് ലഭിച്ചെങ്കിൽ നമ്മുടെ സമാധാനത്തിന് അലിക്കാണ് ലഭിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, സാഹിത്യത്തിന് ആനി ചേച്ചിക്കാണ്, സമാധാനത്തിന് ആർക്ക് ലഭിക്കുന്നു? അലിക്ക് ലഭിക്കുന്നു. അലി. ഓക്കെ, അലിസ് ബിയാലിയാസ്റ്റി. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ പേര് പഠിച്ചു വെക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോഡുകളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാഹിത്യത്തിന് നമ്മുടെ ആനി ചേച്ചിക്ക് ലഭിക്കുന്നെങ്കിൽ സമാധാനത്തിന് ആർക്കാണ് ലഭിക്കുന്നത്? അലിസ് ബിയാലിയാട്സ്കി. ഓക്കെ, അലിസ് ബിയാലിയാട്സ്കി. ഈ അലിസ് ബിയാലിയാട്സ്കി ആരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു ബെലാറൂസ് മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ അലിസ് ബിയാലിയാട്സ്കി. അപ്പോൾ അലിസ് ബിയാലിയാട്സ്കിയെ നമുക്ക് ചുരുക്കപ്പേരിൽ നമുക്ക് എന്ത് വിളിക്കാം? അലിമാവൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സാഹിത്യത്തിന് നമ്മുടെ ആനി ചേച്ചിക്ക് ലഭിക്കുന്നെങ്കിൽ നമ്മുടെ സമാധാനത്തിന് നമ്മുടെ അലിച്ചേട്ടന് ലഭിക്കുന്നു. അലി. ഓക്കെ, ആനി ചേച്ചിക്ക് സാഹിത്യത്തിന് ലഭിക്കുന്നു, അലിച്ചേട്ടന് സമാധാനത്തിന് ലഭിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ അലിച്ചേട്ടൻ ഏത് രാജ്യക്കാരനാണ്? ബെലൂറാസ് രാജ്യക്കാരനല്ലേ, ബെലാറൂസ്. ഓക്കെ, അപ്പൊ ബെലാറൂസ് മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള അലിസ് ബിയാലിയാട്സ്കിക്കാണ് എന്ത് ലഭിക്കുന്നത്? നമ്മുടെ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. കൂടാതെ 2 സംഘടനകൾ കൂടി ലഭിക്കുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? യുക്രൈനും റഷ്യയാണ് അല്ലേ? ഏതൊക്കെയാണ്? യുക്രൈനും അതുപോലെ തന്നെ റഷ്യയാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോ യുദ്ധം നടന്നുകൊണ്ടിരുന്ന രാജ്യങ്ങൾ ഇവർക്കൊക്കെയാണല്ലോ. യുക്രൈനും റഷ്യയാണ് ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്ന സംഘടന വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, 2 പേർക്ക് ഓരോ സമാധാനത്തിനുള്ള ഓരോ നോബൽ സമ്മാനം കൊടുത്തിട്ട് ഇവർ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റഷ്യക്കകത്തുള്ള മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയ്ക്കും അതുപോലെ തന്നെ യുക്രൈനകത്തുള്ള സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് എന്ത് കൊടുക്കുന്നു? ഈ ഒരു നോബൽ സമ്മാനം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അലിച്ചേട്ടനും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകളായിട്ടുള്ള മെമ്മോറിയൽ. ഈ മെമ്മോറിയൽ എന്ന് പറയുന്നതിൽ മെമ്മോറിയൽ റഷ്യ അല്ലെ? അപ്പൊ ആ ഒരു സ്ട്രെസ് ഇവിടെ നിങ്ങൾ റാക്കി കൊടുത്ത് പറയണം, മെമ്മോറിയൽ റഷ്യ. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? മെമ്മോറിയലിനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്, യുക്രൈനകത്ത് നടക്കുന്ന യുദ്ധം ഇപ്പൊ എന്തിനാണ്? സിവിൽ ലിബർട്ടീസ് ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് റഷ്യക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്കും 2 സംഘടനകൾക്കുമാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. അലി ബിയാലിയാട്സ്കിക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള മെമ്മോറിയൽ റഷ്യ, സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ് യുക്രൈന്. ഓക്കെ, അപ്പോൾ സമാധാനം പീസും ഏകദേശം ഓക്കെയാണ്. സാഹിത്യത്തിന് ആനിച്ചേച്ചിക്കാണ്, സമാധാനത്തിന് അലിച്ചേട്ടനാണ് അല്ലെ? അപ്പോൾ ആ ഒരു ലിങ്ക് നിങ്ങൾ പഠിക്കുക, സാഹിത്യം ആനിച്ചേച്ചി, സമാധാനം അലിച്ചേട്ടൻ. ഓക്കെ, അപ്പോൾ ഈ അലി എന്ന് പറയുന്നത് ബെലാറൂസ് മനുഷ്യാവകാശ പ്രവർത്തകനാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അത്രയും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അത് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. ഏത് രാജ്യക്കാരനാണെന്ന് പല പ്രാവശ്യം ചോദിക്കുന്നതാണ്. അപ്പൊ ബെലൂറാസിലെ നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അലിച്ചേട്ടൻ. അപ്പൊ അവസാനം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിനാണ് അല്ലെ? അപ്പൊ എക്കണോമിക്സിന് നമുക്ക് 3 പേർക്കാണ് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റും. ഇവർക്ക് എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഈ 3 പേർക്ക് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ഇദ്ദേഹത്തിനെ കണ്ടാൽ നമ്മുടെ എക്സ്മാന്റെ ഒക്കെ ഒരു കട്ടുണ്ടല്ലേ, വോൾവറൈൻ്റെ ഒക്കെ താടിയൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു കട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് എന്ത് ലഭിക്കുന്നത്? ഈ 3 പേർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ ഈ ബാങ്കുകളും സാമ്പത്തിക പ്രശ്നവും ഇത്രയും വെച്ചിട്ട് നമുക്കൊരു കോഡ് കണ്ടെത്താൻ പറ്റും. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ബെൻ എസ് ബെർണാങ്കെ അല്ലെ? ഇവിടെ തന്നെ നമുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടുകയാണ്. ബെൻ എസ് ബെർണാങ്കെ, ബാങ്ക് അല്ലെ? ബാങ്ക്, ആ ഒരു വാക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് തന്നെ കിട്ടുകയാണ്. രണ്ടാമത്തെ ആൾ ആരാണ്? ഡഗ്ലസ് ഡബ്ല്യു ഡൈമണ്ട്. മൂന്നാമത്തെ ആൾ ആരാണ്? ഫിലിപ്പ് എച്ച് ഡൗബ്ലിങ്. ആരാണ്? ഫിലിപ്പ് എച്ച് ഡൗബ്ലിങ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കഥ ഇത്രയേ ഉള്ളൂ. ഫിലിപ്പ് എന്ത് ചെയ്തു?
ഒരു ബാങ്കിൽ കൊണ്ട് ഒരു ഡയമണ്ട് പണയം വെക്കുകയാണ്. ഫിലിപ്പ് ഒരു ബാങ്കിൽ കൊണ്ട് ഡയമണ്ട് പണയം വെക്കുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം മാറി പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആവും. അങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നമ്മുടെ ഫിലിപ്പിന് കിട്ടുന്നു. അപ്പോൾ ഫിലിപ്പ് എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിൽ ചെന്ന് ഡയമണ്ട് പണയം വെക്കുന്നു. അങ്ങനതോടുകൂടി എന്ത് ചെയ്യുന്നു, ബാങ്കുകളുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറുന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിച്ചാൽ എന്ത് കിട്ടും, ഈ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആർക്ക് ലഭിച്ചെന്ന് മനസ്സിലാവും. അപ്പോ എന്താണ്, ഫിലിപ്പ് എന്ത് ചെയ്യുന്നു, ഫിലിപ്പ് നമ്മുടെ ബാങ്കിൽ ചെന്ന്, ബാങ്കിൽ എന്ന് പറയുന്നത് എന്താണ്, ബെർണാങ്കെ അല്ലെ, ബെന്നസ് ബെർണാങ്കെ. അപ്പോൾ ഫിലിപ്പ് ബാങ്കിൽ ചെന്ന് ഈ ഡയമണ്ട്, ഡഗ്ലസ് ഡയമണ്ട് എന്ത് ചെയ്യുന്നു, പണയം വെക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു, ബാങ്കുകളുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അങ്ങ് മാറിക്കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം. ഞാൻ ഒന്നും കൂടി ആ കോഡുകൾ ഉപയോഗിച്ച് ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം ലഭിച്ചത് നമ്മുടെ വൈദ്യശാസ്ത്രത്തിനാണ്, മെഡിസിൻ ലഭിച്ചത് സ്വാൻഡെ പേബു. അതിൽ നമുക്ക് സ്വാൻഡെ പേബുവിന്റെ സ്വാ വെച്ച് അദ്ദേഹം സ്വീഡിഷുകാരനാണെന്ന് മനസ്സിലായി. പേ വിഷം, ഇപ്പൊ നിലവില് ഉള്ള മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിനകത്തുള്ള ഏറ്റവും വലിയ വിഷയമാണെന്ത്, പേ വിഷത്തിന് മരുന്നില്ല എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ പേ വിഷത്തിന് എന്ത് ലഭിക്കുന്നു, സ്വാൻഡെ പേബുവിന് അവാർഡ് ലഭിക്കുന്നു അല്ലെ. അപ്പോൾ പേബു, സ്വാൻഡെ പേബു. അപ്പൊ ഇവർക്ക് എന്തിനാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്, നമ്മുടെ ഹോമിനിൻസിൽ നിന്ന് ഇപ്പോഴത്തെ ഹോമോസാപ്പിയൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടുപിടിച്ചതിനാണ് സ്വാൻഡെ പേബുവിന് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്താണ്, ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സിൽ എന്താണ് സംഭവിക്കുന്നത്, ഫിസിക്സിൽ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു മെക്കാനിക്കൽ ഷോപ്പ്, ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു മെക്കാനിക്കൽ ഷോപ്പിന്റെ ആസ്ബറ്റോസ് ഷീറ്റിന്റെ അലൈൻമെന്റ് ഒക്കെ മാറിക്കിടക്കുകയാണ് അല്ലെ. ആസ്ബറ്റോസ് ഷീറ്റിന്റെ അലൈൻമെന്റ് ഒക്കെ മാറിക്കിടക്കുകയാണ് അല്ലെ. അപ്പോൾ അലൈൻ ആസ്പെക്ട്, അപ്പോൾ നേരെയാക്കാൻ ആര് വരുന്നു, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ക്ലൗസർ വരെയാണ്, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ക്ലൗസർ വന്നിട്ട്, ഈ ക്ലൗസർ ആരാണ്, ഒരു സെയിൽസ്മാൻ ആണ് അല്ലെ. അപ്പൊ ആൻഡൻ സെയിലിംഗർ വെച്ച് നമ്മൾ സെയിൽസ്മാനെ പറഞ്ഞു. ഈ സെയിൽസ്മാൻ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടേക്കുന്നു, ക്ലൗസർ. ഈ ഗ്ലൗസ് ഇട്ട ക്ലൗസർ എന്ത് ചെയ്യാണ്, ഒരു ആസ്പെക്ടോസ് ഷീറ്റിന്റെ അലൈൻമെന്റ് ഒക്കെ അങ്ങ് ശരിയാക്കുന്നു. അപ്പൊ അലൈൻ ആസ്പെക്ട്. അപ്പോ ഫിസിക്സും ഏകദേശം ക്ലിയർ ആണ്. പിന്നെ രസതന്ത്രം, കെമിസ്ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെമിസ്ട്രിക്കാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ബെർട്ടോസി ആസിഡ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ മാത്രം പഠിച്ചാൽ മതി. ബെർട്ടോസി USA കാരനാണ്. മെൽഡൽ ഡെൻമാർക്കുകാരനാണ്. മെൽഡൽ. ബാരി ഷാർപ്പ് ലെഡ്, ഞാൻ പറഞ്ഞു ഷാർപ്പ് ആയിട്ടുള്ള ലെഡ്, ലെസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നമുക്ക് പഠിക്കാൻ വേണ്ടി ലെഡ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഷാർപ്പ് ലെഡ് വെച്ച് അദ്ദേഹം USA കാരനാണ്. അപ്പോൾ ലെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെൻഡൽ നമുക്കറിയാം, കെമിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് മെൻഡൽ. അതുപോലെ തന്നെ നമ്മുടെ ബെർട്ടോസി ആസിഡ് ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച എന്റെ സ്വന്തം ആസിഡാണ് ബെർട്ടോസി ആസിഡ്. അപ്പോൾ ബെർട്ടോസി ആസിഡ് എന്താണ്, കെമിസ്ട്രി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അങ്ങനെ ഈ മൂന്ന് പേരും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കണ്ടുപിടിക്കുന്നു. ഇവരെന്തിനാണ് കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ചത്, ക്ലിക്ക് കെമിസ്ട്രിയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ള സംഭാവനയ്ക്കാണ് എന്ത് ലഭിക്കുന്നത്, നമ്മുടെ കരോളിൻ ആർ ബെർട്ടോസിക്കും അതുപോലെ തന്നെ മോർട്ടൽ മെൽഡനും അതുപോലെ തന്നെ ബാരി ഷാർപ്ലെസിനും ഈ ഒരു നോബൽ സമ്മാനം ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ആനി അർണോക്സിന് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നു. ഫ്രാൻസുകാരിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സമാധാനത്തിന് നമ്മുടെ അലിച്ചേട്ടൻ ലഭിക്കുന്നു അല്ലെ. അലിച്ചേട്ടൻ ഏത് രാജ്യക്കാരനാണ്, അലി ബെലാറൂസ് രാജ്യക്കാരനാണ് അല്ലെ. ബെലാറൂസ് മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അലിസ് ബിയാലിയാട്സ്കി. അതുപോലെ തന്നെ യുക്രൈനും റഷ്യയിലെയും ഓരോ സംഘടനകൾ കൂടി എന്ത് ലഭിക്കുന്നു, നോബൽ സമ്മാനം ലഭിക്കുന്നു. യുക്രൈനിലെ മെമ്മോറിയലിനും അതുപോലെ തന്നെ റഷ്യയിലെ മെമ്മോറിയലിനും യുക്രൈനിലെ സെന്റർ ഫോർ ലിബർട്ടിക്ക് എന്ത് ലഭിക്കുന്നു, നോബൽ സമ്മാനം ലഭിക്കുന്നുണ്ട്, നമ്മുടെ സമാധാനത്തിനുള്ളത്. അവസാനം ഞാൻ പറഞ്ഞു, നമ്മുടെ ബാങ്കിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഫിലിപ്പ് ബാങ്കിൽ ചെന്നിട്ട് ഒരു ഡയമണ്ട് പണയം വെക്കുകയാണ് അല്ലെ. അപ്പൊ ഫിലിപ്പ് എച്ച് ഡൗബ്ലിംഗ് ഇത് 3 പേർക്കും ഈ നമ്മുടെ നോബൽ സമ്മാനം എക്കണോമിക്സിനുള്ള 3 പേർക്കും ലഭിക്കുന്നത് USA കാർക്കാണ് കേട്ടോ. അതുകൊണ്ട് അത് പഠിക്കാനായിട്ട് എളുപ്പമുണ്ട്. USA-യിലുള്ള 3 പേർക്ക് തന്നെയാണ് നമ്മുടെ എക്കണോമിക്സ് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ ഫിലിപ്പ് എച്ച് ഡൗബ്ലിംഗിനും, അത് ഈ ഫിലിപ്പ് വെച്ച് നമ്മൾ ഫിലിപ്പിനെ നമ്മൾ എടുക്കുകയാണ്. ഫിലിപ്പ് എന്ത് ചെയ്യുന്നു, ബാങ്കിൽ പോകുന്നു. ബാങ്കിൽ ചെന്ന് ബാങ്ക് നമ്മൾ എന്താണ് കണക്ട് ചെയ്തത്, ബെർണാങ്കെ അല്ലെ. ബെർണാങ്കെ എന്ന് പറയുന്ന പേര് വെച്ച് നമ്മൾ ബാങ്ക് കണക്ട് ചെയ്യുന്നു. ബാങ്കിൽ വെച്ച് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു ഡയമണ്ട് പണയം വെക്കുകയാണ്. അപ്പോൾ ഡഗ്ലസ് ഡയമണ്ട്. അപ്പൊ അതോടുകൂടി ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറുന്നു. അങ്ങനെ നോബൽ സമ്മാനം നമ്മുടെ ആർക്ക് ലഭിക്കുന്നു, ഈ 3 പേർക്കും ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫിലിപ്പസ് ഡൗബ്ലിംഗ്, അതുപോലെ തന്നെ ഡഗ്ലസ് ഡയമണ്ട്, ബെന്നസ് ബെർണാങ്കെ. അപ്പൊ 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട
കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കോഡുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പൊട്ടക്കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ച് ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാര്യം നമ്മുടെ പുതിയ ചാനലാണ്, കഴിഞ്ഞ ചാനലൊക്കെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഈ ചാനൽ നമുക്ക് പഴയ പോലെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ PSC ഗ്രൂപ്പുകളിലേക്കും വാട്സാപ്പിലേക്ക് എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ ഒരു ചാനലുണ്ട്, കയ്യിൽ നിന്ന് പോയതാണ്, ഒരു പാവപ്പെട്ട സാറാണെന്നൊക്കെ പറഞ്ഞത് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.